ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന സിമ്പിൾ വാഞ്ചോ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ സാധാരണ വാഞ്ചോ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല ചിലവേറിയതാണ്. അതുപോലെ തന്നെ ഒത്തിരി സമയം സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ബർത്ത്ഡേക്കൊക്കെ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ചിലവ് കുറഞ്ഞ് അത്യാവശ്യം എല്ലാവർക്കും ചെയ്തെടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള വാഞ്ചോ കേക്കിൻ്റെ റെസിപ്പി വേണം. നമ്മുടെ സബ്സ്ക്രൈബറിൽ ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓവനും ബീറ്ററും മുട്ടയും ക്രീമും ഒന്നും ഇല്ലാതെ, അതുപോലെ ഡാർക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ടും വൈറ്റ് ചോക്ലേറ്റ് കോമ്പൗണ്ടും ഒന്നും പുറത്തുനിന്ന് വാങ്ങിക്കാതെ നമുക്ക് വീട്ടിലുള്ള സാധാരണ ചേരുവകൾ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു കേക്ക് റെസിപ്പിയാണിത്. അപ്പോൾ കേക്ക് തയ്യാറാക്കിയെടുക്കുന്നത് ഞാനിപ്പോൾ കുക്കറിനകത്താണ്. ഒരു ഇത്തിരി വെജിറ്റബിൾ ഓയിൽ തടവിയിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ബട്ടർ വെച്ചിട്ട് നിങ്ങൾക്ക് ഗ്രീസ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിലോട്ടേക്ക് ഒരു ചെറിയ പീസ് ബട്ടർ പേപ്പർ ഇറക്കി വെക്കാം. ഹോം മെയ്ഡായിട്ട് ബട്ടർ പേപ്പറിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കുക. അതിനകത്തൊന്ന് ചെക്ക് ചെയ്താൽ മതി. ആദ്യം നമ്മൾ തയ്യാറാക്കിയെടുക്കുന്ന വാനില കേക്കാണ്. അപ്പോൾ 1/4 കപ്പ് റൂം ടെമ്പറേച്ചറിലെ പാലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഞാനൊരു ചെറിയ കേക്ക് തയ്യാറാക്കി എടുക്കുന്നുള്ളൂ. അപ്പോൾ ഒരു കപ്പ് എന്ന് പറഞ്ഞത് 240 ml കപ്പാണ് കേട്ടോ. ഇതിലോട്ടേക്ക് ഞാനൊരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മധുരം കുറച്ച് കുറവായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 3/4 കപ്പ് വരെയൊക്കെ പൊടിച്ച പഞ്ചസാര ഉപയോഗിക്കാവുന്നതാണ്. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലോട്ടേക്ക് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ ഉപയോഗിച്ചത് സൺഫ്ലവർ ഓയിലാണ്. ഇതിലോട്ടേക്ക് 1 ടീസ്പൂൺ വിനെഗർ അഥവാ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ആയതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പം ഞാൻ കറക്റ്റ് ഒരു 10 മിനിറ്റ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ട് ഫ്ലോർ ഒന്ന് അരിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ 1/2 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലോട്ട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു 2 പിഞ്ച് മാത്രം ബേക്കിംഗ് സോഡ അഥവാ അപ്പക്കാരം, ഒരു ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ അരിച്ചെടുത്തിട്ട് ബാറ്ററിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് ഞാൻ വാനില പൗഡർ ഒരു 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം വാനില എസൻസ് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് വിസ്കോ അതില്ലെങ്കിൽ തവിയോ ഉപയോഗിച്ചിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്യുക. ഫ്ലോർ നല്ലതുപോലെ ഒന്ന് മിക്സായി വരുന്നത് വരെ ചെയ്തെടുത്താൽ മതി. അതിനുശേഷം ഞാനിപ്പോൾ ഇതിനകത്തോട്ടേക്ക് ഒരു 3 ടേബിൾ സ്പൂണിനടുത്ത് പാൽ കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബാറ്റർ നല്ല കട്ടിയായിട്ടാണ് ഉള്ളത്. അതുകൊണ്ടാണ് നമ്മളൊരു 3 ടേബിൾ സ്പൂൺ കൂടി പാല് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ പാലിന് പകരം ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം കൂടി ഉപയോഗിക്കാം. പക്ഷേ ഏറ്റവും നല്ലത് പാല് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോഴാണ് നമ്മുടെ കേക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുക. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മുടെ വാനില കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുക്കറിനകത്തോട്ടേക്ക് ഈ ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് തറയിലൊന്ന് തട്ടി കൊടുത്തിട്ട് എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് റിമൂവ് ചെയ്യാം. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കുന്ന എങ്ങനെയാണ് നോക്കാം. ഞാനിപ്പോൾ ഉപയോഗിക്കാത്ത ഒരു തവയാണ് വെച്ചിട്ടുള്ളത്. ഇത് ഹൈ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് ചൂടാക്കി എടുത്തിട്ടുള്ളതാണ്. ഇതിനകത്തോട്ടേക്ക് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള കുക്കർ ഇതിനകത്തോട്ടേക്ക് ഇറക്കി വെക്കാം. എന്നിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലിടാൻ വേണ്ടിയിട്ട് നോക്കുക. ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 20 മിനിറ്റ് തുടങ്ങി 25 മിനിറ്റ് വരെയാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കറക്റ്റ് 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ശരിക്കും വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഇത് ബേക്കായി കിട്ടും. ജസ്റ്റ് സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം. നല്ല ക്ലിയറായി വന്നിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം ഞാനൊരു പ്ലേറ്റിനകത്തോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ബട്ടർ പേപ്പറൊക്കെ നമുക്ക് ഇതിനകത്തുനിന്ന് റിമൂവ് ചെയ്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വാനില കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആദ്യത്തെ ബേസ് കേക്കായിട്ടുള്ള വാനില റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലോട്ടേക്കുള്ള ചോക്ലേറ്റ് കേക്ക് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഒരു ബൗളിനകത്തോട്ടേക്ക് 1/4 കപ്പ് തന്നെയാണ് പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. റൂം ടെമ്പറേച്ചറിലെ പാൽ തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇതിലോട്ടേക്ക് 1/4 കപ്പ് അളവിലാണ് ഞാനിപ്പോൾ പൊടിച്ച പഞ്ചസാര ചേർക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് 3/4 കപ്പ് വരെ ഉപയോഗിക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഞാൻ പൊതുവെ മധുരം കുറച്ച് ചെയ്തു എന്നേ ഉള്ളൂ. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 1 ടീസ്പൂൺ വിനെഗർ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഒരു 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അതിനുശേഷം നമ്മളിത് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളതാണ്. ഇതിന് നല്ല ടേസ്റ്റ് കൊടുക്കുന്നതിന് വേണ്ടി 1 ടീസ്പൂൺ കോഫി പൗഡർ, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ, 1 ടേബിൾ സ്പൂൺ ചെറു ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇത് കൂടി ചേർക്കുകയാണെങ്കിൽ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് വളരെയധികം ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ആ ഒരു കൂട്ടുകൂടി നമുക്ക് ഇതിനകത്തോട്ടേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ കോഫി ഇല്ല എന്നാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് ഒഴിവാക്കാം. വാനില പൗഡർ ഞാനൊരു 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. വാനില എസൻസ് ആയാലും ചേർത്താൽ മതി. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തിട്ട് അരിപ്പ വെച്ച് 1/2 കപ്പ് മൈദയാണ് ചേർക്കുന്നത്. ഇതുപോലെ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കേട്ടോ. കാഡ്ബറിയുടെ കൊക്കോ പൗഡറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഇതിലോട്ടേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു 2 പിഞ്ച് ബേക്കിംഗ് സോഡ ചേർക്കാം. കേക്കിൻ്റെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 പിഞ്ചിനടുത്ത് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മളിത് നല്ലതുപോലെ അരിച്ചെടുത്തിട്ട് ബാറ്ററിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്നുകിൽ ഇതുപോലെ വിസ്കോ തവിയോ എന്ത് വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ടേക്ക് ഞാൻ 3.5 ടേബിൾ സ്പൂണിനടുത്ത് പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്.
എടുക്കുന്നത്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കുക. ഇതിപ്പോൾ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട് ചോക്ലേറ്റ് കേക്കിൻ്റെ ബാറ്റർ. ഇനി നമുക്ക് കുക്കറിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് തറയിൽ വെച്ച് തട്ടിയെടുത്തിട്ട് നമുക്കിനി ഇത് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ കുക്കർ അടക്കുന്ന സമയത്ത് എപ്പോഴും അതിൻ്റെ വിസിലും വാഷറും ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ തവ ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 5 മിനിറ്റ് ചൂടാക്കി എടുത്തിട്ടുള്ളതാണ്. കുക്കർ ഇറക്കി വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ട് 25 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കറക്റ്റ് 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് കുത്തി നോക്കാം. സ്റ്റിക്ക് നല്ലതുപോലെ ക്ലിയറായി വന്നിട്ടുണ്ട്. ഇതിനെ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാത്രത്തിനകത്തോട്ടേക്ക് മാറ്റാം. അപ്പോൾ നന്നായി ചൂടാറി വന്നതിന് ശേഷം ഇതിലെ ബട്ടർ പേപ്പറൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ വാനില കേക്കും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്തോട്ടേക്ക് ആവശ്യമായിട്ടുള്ള ചോക്ലേറ്റ് കേക്കും റെഡി ആയിട്ടുണ്ട്. 2 കേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ 2 കേക്കിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കത്തി ഉപയോഗിച്ചിട്ട് തന്നെ ജസ്റ്റ് ലെവൽ ചെയ്തൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ചെറിയ കേക്കാണെങ്കിൽ കൂടി ഞാനിതൊന്ന് സ്ലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മിക്ക റെസിപ്പീസിനകത്തും കാണിച്ചിട്ടുണ്ട് ഞാൻ കട്ട് ചെയ്യുന്ന രീതി. അപ്പോൾ ഇതിനകത്ത് ഞാൻ ത്രെഡല്ല ഉപയോഗിച്ചിട്ടുള്ളത്. ജസ്റ്റ് കത്തി വെച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കാരണം ഇതൊരു ചെറിയൊരു കേക്കല്ലേ, അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കത്തി വെച്ചിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ആദ്യം ഒന്ന് വരച്ചു കൊടുക്കുക. ജസ്റ്റ് ഒരു മിഡിലായിട്ട് വരുന്ന രീതിയിൽ. എന്നിട്ട് 2 സ്ലൈസായിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്താൽ മതി. അപ്പോൾ വാനില ഞാൻ 2 സ്ലൈസായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ചോക്ലേറ്റ് നമുക്ക് 2 സ്ലൈസായിട്ടൊന്ന് റെഡിയാക്കി എടുക്കാം. 2 കേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ റെഡിയായി കിട്ടിയതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വാനില കേക്കും അതുപോലെ തന്നെ ചോക്ലേറ്റ് കേക്കും 4 പീസസായിട്ട് നമ്മുടെ റെഡിയായി വെച്ചിട്ടുണ്ട്. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഗണേഷാണ് ഇതിനകത്ത് ക്രീമായിട്ടും ഉപയോഗിക്കുന്നത്. അതുപോലെ വൈറ്റ് ചോക്ലേറ്റ് ഗണേഷ് ലാസ്റ്റ് മെൽറ്റ് ചെയ്ത് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഈ പാൽ നമ്മൾ ഇപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ഇതിനകത്തോട്ടേക്ക് നമുക്കൊരു 1/2 കപ്പിനടുത്ത് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പൊടിച്ച പഞ്ചസാരയൊന്നുമല്ല, അല്ലാതെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലോട്ടേക്ക് 1/4 കപ്പ് പാൽപ്പൊടി. നിങ്ങൾക്ക് ഇതിലും കൂടുതൽ അളവിൽ പാൽപ്പൊടി ഉപയോഗിക്കാം കേട്ടോ. പാൽപ്പൊടി ഉപയോഗിക്കുന്നതിന് അത്രയും ഇതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കോൺഫ്ലോറോ അതല്ലെങ്കിൽ മൈദയോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. 2 വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കോൺഫ്ലോറിന് എനിക്ക് കുറച്ചും കൂടി നല്ലൊരു സ്മൂത്ത് ഫിനിഷിങ് കിട്ടിയത് കൊണ്ടാണ് ഞാൻ മുന്നേ ആണെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് ഗണേഷിൽ കോൺഫ്ലോർ തന്നെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്തിട്ടാണ് ഇപ്പോൾ ഉള്ളത്. ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് കൈ എടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. കോൺഫ്ലോർ ആണെങ്കിലും മൈദ ആണെങ്കിൽ കൂടിയും പെട്ടെന്ന് തന്നെ ഇത് കട്ട പിടിച്ചു പോകും. അപ്പോൾ എൻ്റെ കയ്യിൽ ഹോം മെയ്ഡ് ആയിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് റെസിപ്പി നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ചെറിയ പീസ് എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം എൻ്റെ കയ്യിൽ പാൽപ്പൊടിയുടെ അളവ് കുറവായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഹോം മെയ്ഡ് വൈറ്റ് ചോക്ലേറ്റ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് 1/4 കപ്പ് പാൽപ്പൊടി ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഒരു 5-6 ടേബിൾ സ്പൂൺ വരെ പാൽപ്പൊടി ഉപയോഗിക്കാം. ഈ ഒരു ചോക്ലേറ്റ് ചേർക്കുന്ന സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. എൻ്റെ കയ്യിൽ പാൽപ്പൊടി കുറവായതുകൊണ്ടാണ് ഞാനൊരു ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമ്മൾ സാധാരണ വൈറ്റ് ചോക്ലേറ്റ് ഗണേഷ് തയ്യാറാക്കി എടുക്കുമ്പോൾ ഒരു മീഡിയം കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ തയ്യാറാക്കി എടുക്കാറ്. പക്ഷേ നമുക്കിത് ക്രീമായിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിക്കായിട്ട് വരുന്ന രീതിയിൽ നമ്മൾ തയ്യാറാക്കി എടുക്കണം. അതുകൊണ്ട് കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഗണേഷിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിലോട്ടേക്ക് ഇതങ്ങ് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി തിക്കാക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു ക്രീമി കൺസിസ്റ്റൻസി ആവുമ്പോൾ ഇതിനകത്തോട്ടേക്ക് 1 ടേബിൾ സ്പൂണിനടുത്ത് അൺസാൾട്ടഡ് ആയിട്ടുള്ള ബട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സാൾട്ടഡ് ബട്ടർ നമ്മൾ ഉപയോഗിക്കില്ല, അൺസാൾട്ടഡ് ബട്ടർ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ നല്ല തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലോട്ടേക്ക് മാറിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിക്കായിട്ട് വരുന്ന രീതിയിൽ തന്നെ ഒന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോഴാണ് നമുക്ക് ക്രീമായിട്ടും അതുപോലെ തന്നെ പിന്നീട് അത് വൈറ്റ് ചോക്ലേറ്റ് ഗണേഷായിട്ട് തന്നെ രീതിയിലും ഉപയോഗിക്കാൻ കഴിയുക. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ചൂടാറണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിനകത്തോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. ബൗളിനകത്തോട്ടേക്ക് മാറ്റിയതിന് ശേഷം നിങ്ങൾ വിസ്കോ തവിയോ ഉപയോഗിച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് കറക്റ്റ് ഒരു 5 മിനിറ്റ്, കൂടുതൽ സമയമൊന്നും വെക്കേണ്ട, ഒരു 5 മിനിറ്റ് ഫ്രിഡ്ജിനകത്തല്ല ഫ്രീസറിനകത്ത് വേണം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ 5 മിനിറ്റ് ഫ്രീസറിനകത്ത് വെച്ചതിന് ശേഷം മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി നല്ലതുപോലെ മാറി ശരിക്കും ഒരു ക്രീമിൻ്റെ ആ ഒരു രീതിയിലോട്ടേക്ക് ഇത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും കുറച്ച് ഭാഗം നമുക്കൊരു ബൗളിനകത്തോട്ടേക്ക് മാറ്റാം. കാരണം നമുക്ക് ഈ വാൻചോ കേക്കിനകത്ത് ചോക്ലേറ്റ് ക്രീം കൂടി ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ക്രീം ഞാൻ ഒരിത്തിരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം.
1 ടേബിൾ സ്പൂൺ തുടങ്ങി 2 ടേബിൾ സ്പൂൺ വരെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ആദ്യം 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടുത്ത 1 ടേബിൾ സ്പൂൺ കൂടി ആഡ് ചെയ്യുകയാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഈ ക്രീം വീണ്ടും ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് തണുപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്തോട്ടേക്ക് ഞാനൊരു ഇത്തിരി വാനില പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പകരം നിങ്ങൾക്ക് വാനില എസൻസ് ഉപയോഗിക്കാം. എന്നിട്ട് വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസിയിലോട്ടേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വൈറ്റ് ക്രീമും അതുപോലെ തന്നെ ചോക്ലേറ്റ് ക്രീമും ഇതിനകത്ത് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനലായിട്ട് കുറച്ച് ഗണാഷ് ഒഴിച്ചു കൊടുക്കാനുണ്ട്, വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ്. അപ്പോൾ നമ്മൾ ഓൾറെഡി വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് വെച്ചിട്ടാണ് ഇത് രണ്ടും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കുറച്ച് ഭാഗം ഞാൻ ഗ്ലാസ്സിനകത്തോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രം ഒരു ഇത്തിരി ഭാഗം ഗ്ലാസ്സിനകത്തോട്ടേക്ക് മാറ്റി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ബാക്കിയുള്ള ക്രീം ജസ്റ്റ് വിസ്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി കേക്ക് ഐസിങ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ടേൺ ടേബിളിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു ബേസ് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ടേക്ക് വൈറ്റ് ക്രീം ഒരിത്തിരി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. ഹോം മെയ്ഡ് ടേൺ ടേബിളിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു വാനില കേക്ക് വെച്ച് കൊടുക്കാം, ഒരു സ്ലൈസ്. നിങ്ങൾക്ക് ഫസ്റ്റ് ലെയർ വേണമെങ്കിൽ ചോക്ലേറ്റ് ലെയറാണ് വേണ്ടതെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അതിനുശേഷം ഷുഗർ സിറപ്പാണ്, പഞ്ചസാരയും വെള്ളം കൂടിയുള്ള മിക്സാണ്. അത് നല്ലതുപോലെ തന്നെ ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് നമ്മുടെ കേക്ക് നല്ല സൂപ്പർ മോയിസ്റ്റായിട്ട് കിട്ടുക. അതിനുശേഷം നമ്മുടെ വാനില കേക്കിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ വൈറ്റ് ക്രീമാണ് സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള വൈറ്റ് ക്രീം ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒഴിച്ചു കൊടുക്കാം. അടുത്ത ലെയർ നമ്മൾ വെച്ച് കൊടുക്കുന്നത് ചോക്ലേറ്റ് കേക്കാണ്. ചോക്ലേറ്റ് കേക്ക് വെച്ചതിന് ശേഷം നമുക്ക് വീണ്ടും അതേ സ്റ്റെപ്പ് തന്നെ ഷുഗർ സിറപ്പിൽ നല്ലതുപോലെ കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. നമ്മൾ എത്രത്തോളം ഷുഗർ സിറപ്പിൽ ഡിപ്പ് ചെയ്യുന്നു അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചോക്ലേറ്റ് ക്രീം ഇപ്പോൾ ചെയ്തെടുത്തിട്ടില്ലേ, ആ ഒരു ക്രീമാണ് ചോക്ലേറ്റ് കേക്കിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ ഇതുപോലെ സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോൾ സ്പൂൺ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ മുഴുവൻ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇതേ സ്റ്റെപ്പ് തന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്താൽ മതി. അടുത്ത സ്ലൈസ് വാനില കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒന്നങ്ങ് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം വൈറ്റ് ക്രീം സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ നല്ല കറക്റ്റ് ഈ ഒരു അളവിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഈ ഒരു മെഷർമെൻറ്റിൽ ക്രീം നമ്മൾക്ക് ഉപയോഗിക്കാൻ കഴിയും കേട്ടോ. അതിനുശേഷം ഏറ്റവും ടോപ്പിലായിട്ട് നമ്മുടെ ചോക്ലേറ്റ് ലെയർ കേക്കാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. ബാക്കിയുള്ള ഷുഗർ സിറപ്പിൽ ഒരു ഇത്തിരി ഭാഗം ഞാൻ ഒന്നുകൂടി മുകൾ ഭാഗത്തു കൂടിയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള വൈറ്റ് ക്രീം കൊണ്ട് ഒരു തിന്നായിട്ടുള്ള കോട്ടിങ് മാത്രം കൊടുത്താൽ മതി. ഒത്തിരി തിക്കായിട്ട് ആദ്യം നമ്മൾ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഒരു തിൻ കോട്ടിങ് മുകൾ ഭാഗത്തും സൈഡിലും വരുന്ന രീതിയിൽ ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് ലെവൽ ചെയ്തിട്ട് ജസ്റ്റ് ഫ്രീസറിനകത്തോട്ടേക്ക് ഒരു 5-10 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. ഫ്രിഡ്ജിനകത്തല്ല, ഫ്രീസറിനകത്ത് ഒരു 5 മിനിറ്റ്, അല്ലെങ്കിൽ മാക്സിമം 10 മിനിറ്റ്. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു സമയത്ത് ക്രീം ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നുകൂടി തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് മുഴുവനായിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മുഴുവൻ ഭാഗത്തും കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ സ്ക്രേപ്പർ ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഹോം മെയ്ഡ് സ്ക്രേപ്പറാണ് ഞാനിപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത്, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ബാക്കിയുള്ള ക്രീമൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഫ്രിഡ്ജിനകത്തൊരു 15 മിനിറ്റ് നമുക്ക് വെക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തോട്ടേക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് നമ്മൾ നേരത്തെ തയ്യാറാക്കിയെടുത്ത ക്രീം കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്തോട്ടേക്ക് നമുക്കൊരു ഇത്തിരി നല്ല ചൂടുള്ള പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ആ ചൂട് പാല് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് സ്പൂൺ വെച്ച് മിക്സ് ചെയ്യുക. എന്നിട്ട് മിക്സിയിലിട്ടിട്ട് ഞാൻ ഒന്നുകൂടി ഇതൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഫൈനൽ കോട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ക്രീം കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ. ഒത്തിരി പാൽ ഒഴിച്ചു കൊടുക്കരുത്. പിന്നെ ചെറു ചൂടോടുകൂടി തന്നെയാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഒരു പ്ലേറ്റ് വെച്ച് കൊടുക്കാം. പ്ലേറ്റിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതക്കുന്ന ഒരു കല്ലാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഞാനൊരു 15 മിനിറ്റ് തണുപ്പിച്ചെടുത്തിട്ടുള്ള കേക്കാണിത്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തോടുകൂടി ആ ചെറു ചൂടോടുകൂടിയുള്ള ഒരു ഗണാഷ് ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. മുഴുവൻ എല്ലാ സൈഡിലും വരുന്ന രീതിയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ബാക്കി വരുന്ന ക്രീം ജസ്റ്റ് സ്ക്രേപ്പർ ഉപയോഗിച്ചിട്ട് ഒന്ന് റിമൂവ് ചെയ്ത് മാറ്റിയാൽ മതി. ഇനി നമ്മൾ ജസ്റ്റ് ഇതിനകത്തോട്ടേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതൊന്ന് ആ ഒരു സമയം നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെക്കാം. എന്നിട്ട് ഞാനിപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ബാക്കി ഉണ്ടായിരുന്ന ക്രീം ഉണ്ടല്ലോ, ചോക്ലേറ്റ് ക്രീം ഒരിത്തിരി ബാക്കി ഉണ്ടായിരുന്നു. അത് ഞാനൊരു പൈപ്പിംഗ് ബാഗിനകത്തോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിനകത്ത് ഒരിത്തിരി പാല് ചേർത്തിട്ടൊന്ന് ഞാൻ ലൂസാക്കിയിട്ടുണ്ടായിരുന്നു ക്രീം. അപ്പോൾ ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് കേക്ക് മാറ്റിയിട്ടുണ്ട്. ജസ്റ്റ് പൈപ്പിംഗ് ബാഗിനകത്തോട്ടേക്ക് ഫില്ല് ചെയ്തിട്ടുള്ള ആ ഒരു ചോക്ലേറ്റ് ക്രീം വെച്ചിട്ട് ചുമ്മാ കുറച്ച് ലൈൻസ് മാത്രം ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നോസിലൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ ഐഡിയസിനനുസരിച്ചിട്ടൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഞാനിപ്പോൾ ചെറിയ ലൈൻസ്, ക്രോസ് ലൈൻസൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകിൽ നിങ്ങൾക്ക് വിരൽ വെച്ചിട്ട് തന്നെ സാധാരണ നിങ്ങൾ വാൻചോ കേക്കിൻ്റെ ഡിസൈൻസൊക്കെ കണ്ടിട്ടുണ്ടാവും, അതുപോലെ ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു സ്റ്റിക്ക് വെച്ചിട്ട് കണ്ടില്ലേ, ചെറുതായിട്ടൊരു ലൈൻസ് പോലെ ഇട്ട് കൊടുക്കുന്ന മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള ഹോം മെയ്ഡ് ആയിട്ടുള്ള വാൻചോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുള്ള ഒരു സ്ലൈസ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ ശരിക്കും നമ്മൾ ഓവനും ബീറ്ററും മുട്ടയും ക്രീമും ഒന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റിയായിട്ട് നമ്മൾ ഈ പാൽപ്പൊടിയൊക്കെ വെച്ച് ചെയ്യുന്നത് കൊണ്ട് വൈറ്റ് ചോക്ലേറ്റ് ഗണേഷ് ഉപയോഗിച്ചത് കൊണ്ട് തന്നെ ആ ചോക്ലേറ്റിൻ്റെ ഒക്കെ ടേസ്റ്റ് നമുക്ക് അതുപോലെ തന്നെ കിട്ടും. കൊക്കോ പൗഡർ ഉള്ളത് കൊണ്ട് തന്നെ ഡാർക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ടിൻ്റെ ആ ഒരു ടേസ്റ്റും കിട്ടും. നമുക്ക് അത്യാവശ്യം ചിലവ് കുറഞ്ഞ രീതി, അതല്ലെങ്കിൽ ഒത്തിരി മുട്ടയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ശരിക്കും നല്ല സിമ്പിളായിട്ട് ബർത്ത്ഡേക്കൊക്കെ നമ്മുടെ വീട്ടിലുള്ള ചെറിയ ചെറിയ ഫംഗ്ഷനൊക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തൊന്ന് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ, ഇത് വളരെ ചെറിയൊരു കേക്കാണ്, നിങ്ങൾക്ക് വലിയ കേക്കായിട്ട് ചെയ്യണമെങ്കിൽ ഈ മെഷർമെൻറ്റ്സ് ഒക്കെ ഒന്ന് ഡബിൾ ചെയ്തിട്ടൊന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷായി കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.